നമസ്കാരം, ഞാൻ ബിജീഷ് വള്ളൂർ. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെ നമുക്ക് മാർക്കറ്റിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാം, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ്, ഇതൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. അതിന് മുൻപ് തന്നെയായിട്ട് മാർക്കറ്റിൻ്റെ ഒരു കറണ്ട് ഒരു ട്രെൻഡ് എന്താണ്, കറണ്ട് ഒരു സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. മാർക്കറ്റിൻ്റെ ഒരു കറണ്ട് ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ലോങ് ടൈം ട്രെൻഡ് റിവേഴ്സലാണ്. അതായത് ലോങ് ടൈം നെഗറ്റീവിലാണ് നിഫ്റ്റി നിലനിൽക്കുന്നത്. എപ്പോഴും ലോങ് ടൈം നെഗറ്റീവ് എപ്പോഴും ഹയർ ലെവലിൽ നിന്ന്, ഏറ്റവും ടോപ്പ് ലെവലിൽ നിന്ന് തന്നെ നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. ഇൻ കേസ് ഒരു തവണ ഫെയിലിയർ ആയാലും അടുത്തൊരു അറ്റംപ്റ്റിൽ അത് നമുക്ക് വലിയ ടാർഗറ്റ്, വലിയൊരു മൂവ്മെന്റ് ലഭിക്കുമെന്ന് നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. 25,800 താഴെയാണ് നമ്മൾ ലോങ് ടൈം ട്രെൻഡ് റിവേഴ്സിൽ സൂചിപ്പിച്ചിരുന്നത്. ഷോർട്ട് ടൈം ട്രെൻഡ് റിവേഴ്സ് അല്ല, ഷോർട്ട് ടൈം ട്രെൻഡ് റിവേഴ്സിൽ അതിന് മുൻപ് തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതിനുശേഷമായാലും നമ്മൾ ആ ഒരു അടുത്തൊരു സപ്പോർട്ട് പറഞ്ഞത്, അടുത്തൊരു ഇമ്പോർട്ടൻ്റ് സപ്പോർട്ട് പറഞ്ഞത് 24,750 750 അടുത്ത് നിഫ്റ്റി ടെസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു ലെവലിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്, കഴിഞ്ഞ വീഡിയോസിൽ സൂചിപ്പിച്ചിരുന്നത്, ഈ ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്യാനായിട്ടുള്ള സാധ്യമായിട്ടുള്ള ഒരു ഏരിയ ആണ്. പക്ഷേ ഈ ലെവലിൽ നിന്നാലും ബൈയൊരു ഓപ്പർച്യൂണിറ്റി അടുത്തൊരു റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. അടുത്തൊരു റെസിസ്റ്റൻസ് 25,260 25260. ഇത് നമ്മളത് അപ്ഡേറ്റ് ചെയ്തിരുന്നതാണ്, മുൻ ദിവസങ്ങളായിട്ട് അപ്ഡേറ്റ് ചെയ്തിരുന്നതാണ്. 25,260 മുകളിലേക്ക് ഒരു ക്ലോസിംഗ് ബേസിസിൽ ഒരു ക്യാൻഡിൽ നിലനിർത്തിയാലാണ് അടുത്തൊരു ബൈയൊരു ഓപ്പർച്യൂണിറ്റി. ഈ ഒരു ലെവലിൽ നിന്നായാലും ഈ ഒരു ലെവൽ ഹോൾഡ് ചെയ്തുകൊണ്ട് ബൈയൊരു ഓപ്പർച്യൂണിറ്റി 750 താഴെ നിലനിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു റിവേഴ്സൽ, ഫ്രഷ് ആയിട്ടുള്ള ഒരു ട്രേഡിന്റെ ഓപ്പർച്യൂണിറ്റി, ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി എടുക്കാനായിട്ട് സാധിക്കില്ല. എപ്പോഴും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എപ്പോഴും ആ ഒരു ട്രെൻഡ് റിവേഴ്സൽ ഏരിയയിലാണ്. എപ്പോഴും നല്ലൊരു ഓപ്പർച്യൂണിറ്റികളൊക്കെ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഈ ഏരിയയിൽ നിന്നായാലും നിഫ്റ്റിക്കായാലും ബൗൺസ് ചെയ്യാനായിട്ട് സാധ്യമായിട്ടുള്ള ഒരു ഏരിയ ആണ്. പക്ഷെ ഇൻട്രാഡേ ലെവലിലാണ് ആ ഒരു ബൗൺസ്. ലോങ് ടൈം വ്യൂവിൽ സ്റ്റിൽ നെഗറ്റീവ് ആണ്. പോസിറ്റീവിലേക്ക് നിലനിൽക്കണമെങ്കിൽ 25,260 മുകളിലേക്കെങ്കിലും ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തണം. അല്ലെങ്കിൽ 25,060 ഒരു ഷോർട്ട് കവറിങ് മാർക്കറ്റിൽ കിട്ടണമെങ്കിൽ ഇൻട്രാഡേ ലെവലിലായാലും 25,060 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ഇൻട്രാഡേയിലായാലും ആ ഒരു ബൗൺസ് കിട്ടും. അല്ലെങ്കിൽ നിഫ്റ്റിക്ക് പ്രോഫിറ്റ് ബുക്കിങ്ങിന് തന്നെയാണ് സാധ്യത. ഈ ഒരു റെസിസ്റ്റൻസ് എത്തുമ്പോഴേക്കും പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള ഒരു സാധ്യത മാർക്കറ്റിലുണ്ട്. പക്ഷേ ഈ ഒരു ലെവലിലായാലും സഡൻ ആയിട്ടുള്ള ഫാള് നമുക്കത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം സപ്പോർട്ടുകളുണ്ട്, നല്ല സപ്പോർട്ടുകളുണ്ട്. 24,400, 24,500, 24,500 ഈ റേഞ്ചിന്റെ ഇടയിൽ നല്ല സപ്പോർട്ട് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വന്നാലും ഈ ഒരു ലെവലിന്റെ അടുത്ത് നിന്നൊരു ബൗൺസ് മാർക്കറ്റ് നടത്താനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഈ ഒരു ലെവലിന്റെ ഒരു താഴെ 750 ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സപ്പോർട്ട് ആണെങ്കിലും അതിൻ്റെ ഒരു ലെവലിന്റെ ഒരു താഴെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി അഗ്രസീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഇനിയായാലും ഈ ഒരു ലെവലിന്റെ താഴത്തേക്ക് ഒരു ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തിയാലാണ് അടുത്തൊരു ലെവലും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ആയാലും നിഫ്റ്റി ആയാലും ബൈയുടെ ഒരു സെന്റിമെന്റിലേക്ക് കടക്കണമെങ്കിൽ 25,060 അല്ലെങ്കിൽ 25,260 ഇത് രണ്ടിന്റെ മുകളിലേക്കെങ്കിലും നിഫ്റ്റി ഒന്ന് സസ്റ്റെയിൻ ചെയ്താൽ താൽക്കാലികമായിട്ടുള്ളൊരു ബൗൺസ് മാർക്കറ്റിൽ അത് കിട്ടും. അപ്പോൾ വരും ദിവസങ്ങളിലായാലും ഈ കൺസെപ്റ്റ് അനുസരിച്ച് മാനേജ് ചെയ്യുക കൃത്യമായിട്ട്. അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, മുൻ വീഡിയോ നൽകിയ സമയത്ത് നമ്മൾ സൂചിപ്പിച്ചിരുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലാണ് 50,400. 50,400 ബാങ്ക് നിഫ്റ്റിയുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവല്. ഈ ഒരു സപ്പോർട്ട് ലെവൽ ഹോൾഡ് ചെയ്താൽ ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആയാലും വരും ദിവസങ്ങളിലായാലും ബാങ്ക് നിഫ്റ്റിയിലെ ഈ ഒരു ട്രെൻഡ് നിലനിർത്തണമെങ്കിൽ, ഇനി പോസിറ്റീവിലേക്ക് കടക്കണമെങ്കിൽ 52,250 ഇതിന്റെ മുകളിലേക്ക് ഒരു ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തിയാൽ ഒരു ബൗൺസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഹയർ ലെവലിലേക്കുള്ള ഒരു ബൗൺസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ കൺസോൾട്ടേഷൻ ട്രെൻഡ് നിലനിർത്താനായിട്ടായിരിക്കും സാധ്യത വരുന്നത്. നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആയാലും അതേപോലെ തന്നെയാണ്. ഈ റേഞ്ചിന്റെ ഉള്ളിലുള്ള ഒരു ട്രേഡിംഗ് ആക്ടിവിറ്റിക്കാണ് കൂടുതൽ സാധ്യത കൂടുതൽ. അപ്പോൾ വരും ദിവസങ്ങളിലായാലും നമുക്ക് നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാം, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ ഒരു കറന്റ് ട്രെൻഡ് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുക. പോസിറ്റീവ്ലി നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സിറ്റുവേഷൻ അല്ല മാർക്കറ്റിന്റെ. നിഫ്റ്റിയെ വരും ദിവസങ്ങളായാലും ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനായിട്ട്
സപ്പോർട്ട്, ഈ സപ്പോർട്ട് ഒന്ന് ശ്രദ്ധിക്കുക. 24,720 സപ്പോർട്ട്. ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്ത് ഈ ഒരു ലെവലിൽ നിന്ന് ബൈ ഓപ്പർച്യൂണിറ്റി വന്നാൽ യൂട്ടിലൈസ് ചെയ്യാം. ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്യാനായിട്ടൊരു സാധ്യതയുണ്ട്. ഇൻട്രാഡേയിൽ 720 താഴെ സസ്റ്റെയിൻ ചെയ്താലാണ് ഒരു വീക്ക്നെസ് കാണുന്നത്. പക്ഷെ ഫാറ്റ് ഓപ്പണിംഗ് ആണ്, ഈ ഒരു ലെവലാണ്. അതിനുശേഷം ഒരു ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. 24,830 റെസിസ്റ്റൻസ് ആണ്, അടുത്ത റെസിസ്റ്റൻസ് ആണ്. ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 24,830 തൊട്ട് താഴെയാണെങ്കിൽ വീക്ക്നെസ് ആണ്, ഷോർട്ട് സെല്ലിനാണ് സാധ്യത. ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ 24,720 നിലനിർത്തുന്നുണ്ടെങ്കിൽ ബൗൺസ് ചെയ്യാനായിട്ടാണ് സാധ്യത. ഇൻട്രാഡേയിൽ ഒരു ബൗൺസ് കിട്ടാനൊരു സാധ്യതയുണ്ട്. ഈ ഒരു ഏരിയ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ്. 720 താഴെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ചെറിയ ടൈമിലെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി വന്നാൽ യൂട്ടിലൈസ് ചെയ്യാം. 670 അടുത്തൊരു സപ്പോർട്ട്. അതിനുശേഷം 610, 585 ഈ ഒരു ലെവലൊക്കെ എത്തുമ്പോൾ, ലോവർ ലെവലൊക്കെ എത്തുമ്പോൾ ശ്രദ്ധിക്കണം. ഇൻ കേസ് വലിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാൽ ലോവർ ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്യാനായിട്ടാണ് സാധ്യത വരുന്നത്. അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഈ ലോവർ ലെവൽ സപ്പോർട്ടുകൾ ഇങ്ങനെ മാനേജ് ചെയ്യുക. ഈ ഒരു ലെവലിലെ അഗ്രസീവായിട്ട് ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം. സപ്പോർട്ടിന്റെ ഒരു താഴെ നിലനിർത്തുന്നുണ്ടെങ്കിൽ, ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, വലിയ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, സപ്പോർട്ടിന്റെ ഒരു താഴെയാണ്, ചെറിയ ടൈം ഫ്രെയിമിലെ ലോ ബ്രേക്ക് ചെയ്ത ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ബൗൺസ് ചെയ്യാനായിട്ടാണ് സാധ്യത. നിഫ്റ്റിയുടെ സിറ്റുവേഷൻ അങ്ങനെയാണ് നിലനിൽക്കുന്നത്. അങ്ങനത്തെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ് ഈ ഒരു ലെവൽ വരുന്നത്. ഹയർ ലെവലിലേക്ക് ആണെങ്കിൽ 830, 24,830 മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നത്. ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം. 24,875 അടുത്ത റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്താൽ 24,940. ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 24,875 മുകളിലാണെങ്കിൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി 875 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. അല്ലെങ്കിൽ ഈ ലെവലിൽ നിന്ന് ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. ഈ ലെവലിൽ എത്തുമ്പോൾ ശ്രദ്ധിക്കുക. 940, 980 സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്, ഇൻട്രാഡേയിലെ റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് അഗ്രസീവ് ആയിട്ടുള്ള ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ 980 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. അതിനുശേഷം 940 സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈ ഓപ്പർച്യൂണിറ്റി. അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് പ്രോഫിറ്റ് ബുക്കിന് തന്നെയാണ് സാധ്യത. ഇപ്പൊ നിഫ്റ്റി ലെവലിൽ ഇത്തരം സപ്പോർട്ട് അനുസരിച്ച് മാനേജ് ചെയ്യുക. എക്സാക്ട് ആയിട്ടുള്ള ഒരു ടണിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആണെങ്കിൽ 51,650 ഇതാണ് ഇൻട്രാഡേയിൽ നിലനിർത്തേണ്ട സപ്പോർട്ട്. ഈ ഒരു സപ്പോർട്ടിന്റെ താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ചെറിയ ടൈമിലെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. 51,200 സപ്പോർട്ട് ലെവൽ ടെസ്റ്റ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. 51,100 ഹോൾഡ് ചെയ്തുകൊണ്ട് 200ന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 51,650 മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നത്. ചെറിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ബൈ ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്രെയിമിൽ വലിയ ടൈം ഫ്രെയിമിൽ കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. 52,030 റെസിസ്റ്റൻസ് ആണ്. 52,030 മുകളിലാണെങ്കിൽ 52,575 പിന്നെ റെസിസ്റ്റൻസ് വരുന്നത്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 52,030 താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലിനാണ് സാധ്യത. പക്ഷെ 51,650 ഹോൾഡ് ചെയ്തുകൊണ്ട് ബൗൺസ് ചെയ്യാൻ സാധ്യത ഉണ്ടെങ്കിൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാവുന്നതാണ്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി സിറ്റുവേഷൻ ആയാലും ഇൻട്രാഡേയിൽ എക്സാക്ട് ആയിട്ട് മാനേജ് ചെയ്യുക. എക്സാക്ട് ആയിട്ട് ടണിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. ലോവറിൽ 50,635 സപ്പോർട്ട് ശ്രദ്ധിക്കുക. 50,400 ഇത് നമ്മൾ മുൻ ആഴ്ചകളിൽ വളരെ ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലാണെന്ന് പറഞ്ഞ് സൂചിപ്പിച്ച ലെവലാണ്. ആ ഒരു ലെവലിൽ നിന്നാണ് ബാങ്ക് നിഫ്റ്റിയിലെ വലിയൊരു ബൗൺസ് നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചകളിൽ വലിയ ബൗൺസ് നടത്തിയിരിക്കുന്നത് ഈ ഒരു സപ്പോർട്ട് ഇതാണ്. എക്സാക്ട് ആയിട്ട് ഈ 50,400 സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ടാണ് ബൗൺസ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ ലോവർ ലെവലിലേക്ക് വരുന്ന ഒരു സമയത്തായാലും ഈ ഏരിയ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ്. ഇനി 50,400 താഴത്തേക്ക് ഒരു ക്ലോസിംഗ് ലെവലിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താലാണ് കൂടുതൽ വീക്ക്നെസ്. അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ കൺസോൾട്ടേഷൻ മാർക്കറ്റാണ് സാധ്യത. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇത്തരം സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. എക്സാക്ട് ആയിട്ട് ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. മാർക്കറ്റിലെ വലിയ സ്ട്രേറ്റർക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.